പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്രതീക്ഷിതമായി തൻ്റെ തന്ത്രം പാളിയത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിനെ. മാത്രവുമല്ല, ഇനി എന്തു ചെയ്യും എന്ന് രാഹുൽ ആലോചിക്കുകയാണ്. തിരികെ നീനയെ ചെന്ന് കാണുന്ന രാഹുൽ, അവൾക്ക് ഭാഗ്യമുണ്ടടി, അതുകൊണ്ട് മാത്രമാണ് അവൾ ജസ്റ്റിനെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവൾ അവിടെ തലയടിച്ച് വീണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല, ഇനി എന്താ പരിപാടി നിൻ്റെ? അടുത്ത പ്രോഗ്രാം ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവളെ ഇല്ലാതാക്കിയിട്ടേ ഇനി മറ്റെന്തും ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ. അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ്. ഇത് കേട്ടതിനെ തുടർന്ന് നോക്കുകയാണ് ഇപ്പോൾ നീന. പക്ഷേ ഇതേ സമയം എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കുകയില്ല എന്ന ഇഷയോട് പറയുന്ന ചന്തു, അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് വീട്ടിൽ നിന്ന് അവനെ മാറ്റണം. ഞാനല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ അന്വേഷണവുമായി വന്നാലോ? ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ അതിന് തയ്യാറാവുകയാണ്. ശരി. അഭിഷേകിനെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന ഇഷ ഈ നീക്കങ്ങളെപ്പറ്റി അറിയിക്കുകയാണ് ആ ദേവബാലയുടെ കയ്യിൽ നിന്ന്. എനിക്ക് രക്ഷപ്പെടണം ഇഷ, നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് പറയുകയും ചന്തുവേട്ടൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.